ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂൺബർഗിൽ പോകട്ടോ. അത് ഭയങ്കര പ്രതീക്ഷിക്കാതുള്ളൊരു യാത്രയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിലെ ഫ്ലോറിൻ പുള്ളിയാണ് US പോകണം. അപ്പോൾ പുള്ളി ന്യൂൺബർഗിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കാറുമായിട്ടാണ് പോകുന്നത്, നീ വരുന്നുണ്ടോ, നീ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാതെ എല്ലായിടത്തോടെയും കറങ്ങിയിട്ടൊക്കെ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നും പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ വന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ്. തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തണുപ്പില്ല, എന്നാൽ അത്യാവശ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് ന്യൂൺബർഗിലോട്ട് 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ കാറിലാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ന്യൂൺബർഗിൽ എത്തിയിട്ടോ. ഇനിയിപ്പോൾ പുള്ളിയുടെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് പരിപാടി എങ്ങോട്ടാണ് എന്താണെന്നൊന്നും എനിക്കൊരു ഒരു അറിവില്ല. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം എനിക്കിനി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കോട്ടോ. അങ്ങനെ നിന്നപ്പോഴാണ് ഞാനൊരു തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് സ്റ്റൈലിൽ. അപ്പോൾ ഇത് നോക്കുമ്പോൾ തൊപ്പിയിൽ ഫുൾ പൂടാ. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച തൊപ്പിയാണ്. നേരിട്ട് കാണുമ്പോൾ അങ്ങനെ അറിയാനും ഇല്ല, പക്ഷേ ഫോണിൽ കൂടെ നോക്കുമ്പോൾ ഭയങ്കരമാണ്. പിന്നെ ഞാൻ അതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് നോർമൽ ഒരു ചെവി കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു സ്കാർഫ് പോലത്തെ ഒരു സംഭവം എടുത്ത് തലയിൽ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരണം, കാരണം ഞാൻ ഇവിടെ ആദ്യമായിട്ടല്ല വരുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തെപ്പറ്റിയൊന്നും എനിക്ക് അധികം ഇതില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെന്നാൽ പിന്നെ ഒരു മാപ്പായിട്ടൊരു ഫ്രണ്ടിനെയും കൂടി കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. എന്നോട് 15 മിനിറ്റ് എന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞാൽ അരമണിക്കൂർ. നമുക്കറിയാലോ പോസ്റ്റ് ആയിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ എത്ര സമയം കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അറ്റ് ദി എൻഡ് വന്നു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് സാറയിലോട്ട് പോകണം. അപ്പോൾ സാറയിലോട്ട് പോകുമ്പോൾ ഈ പോകുന്ന സ്ഥലത്തെല്ലാം കെട്ടിടങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഒത്തിരി വർഷം പഴക്കമുള്ള 100 വർഷമൊക്കെ പഴക്കമുള്ള കെട്ടിടങ്ങളാട്ടോ ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പള്ളിയിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിവിടുത്തെ ഒരു ഭയങ്കര മ്യൂണിഷനിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടൊരു പള്ളിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, ഈ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന പള്ളിയിൽ നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുമെന്ന്. പക്ഷേ ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഇതായിരിക്കും. ഞാനപ്പോൾ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ഫ്രണ്ടിനും വലിയ അറിവില്ല അതെന്താണ് ആ തിരി കത്തിച്ചിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മൾ പള്ളിയെല്ലാം കയറി കണ്ടു. അതായത് നമ്മൾ സാറയിലോട്ട് പോവാണ്. അപ്പോൾ സാറയിൽ എനിക്ക് പെർഫ്യൂം എടുക്കണമല്ലോ, അപ്പോൾ പെർഫ്യൂം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞാൻ പെർഫ്യൂം എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മണം എടുത്ത് 4 മറ്റേ റെഡ് എഡിഷൻ്റെ ഒരെണ്ണമാണ്. പക്ഷേ അത് സത്യം പറഞ്ഞാൽ ബോയ്സിൻ്റെ പെർഫ്യൂമാണ്. ഞാനത് നോക്കിയില്ല. അപ്പോൾ ഞാൻ ഒരു ബോയ്സിൻ്റെ പെർഫ്യൂമും ഒരു ഗേളിൻ്റെ പെർഫ്യൂമും കൂടി എടുക്കാമെന്ന് വെച്ചാൽ ഒരു ഗേളിൻ്റെ പെർഫ്യൂം എടുത്തിട്ടോ. പക്ഷേ ഞാനത് അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇതിൽ കൂടെയൊക്കെ നടക്കുകയാണ്, ഓരോ പ്ലേസൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. കണ്ടില്ല എത്ര അടിപൊളിയായിട്ടാണ് ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ സാധനമില്ലേ, ഞാൻ വിചാരിച്ചു ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേറെ എന്തോ ഒരു ചരിത്ര വിസ്മയമായിട്ട് എന്തെങ്കിലും സാധനമാണ്. പക്ഷെ അല്ല, ഇതിൻ്റെ അകത്തൂടെയാണ് നമ്മൾ ഊബാനിൽ കയറിയിട്ട് നമ്മൾ എസ്ബാനിൻ്റെ അടുത്തോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ദേ നമ്മൾ പോവുകയാണ്, എസ്കലേറ്റർ വഴി പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് മാത്രമല്ല പോകാനുള്ളതുകൊണ്ടും എനിക്ക് തിരിച്ചിനി പോകണമെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ പറഞ്ഞു എന്നാൽ നിനക്ക് ഫുഡ് മേടിച്ചാൽ എനിക്ക് KFCന്ന് ഫുഡൊക്കെ മേടിച്ചു തന്നിട്ടോ. ഞാനിപ്പോൾ എൻ്റെ തിരിച്ചു പോകാനുള്ള കറക്റ്റ് എൻ്റെ ട്രെയിനിൽ ഞാൻ ട്രെയിനിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒറ്റ മനുഷ്യനില്ല, അതാണ് എനിക്കും ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്, എന്തൊക്കെയോ എടുത്തിട്ടില്ല. ഞാൻ അധികം ട്രാവൽ ചെയ്തില്ല. എനിക്ക് 6 മണിക്കൂറുള്ളൊരു ടിക്കറ്റിലായിരുന്നു ഞാൻ ഫുള്ള് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോസോ ഒന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ചെറിയ സ്ഥലത്തൊക്കെ പോയുള്ളൂ. നമുക്കറിയാം ഒരു സ്ഥലത്ത് കയറുമ്പോൾ നമ്മൾ അധികം നമ്മൾ വിചാരിക്കും ഒട്ടും ടൈം ആയില്ലെന്ന്, പക്ഷെ നല്ല രീതിയിൽ ടൈം പോയിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസം തീർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ തിരിച്ചിനി വീട്ടിലോട്ട്.